കച്ചവടക്കാരാണ്. പലപ്പോഴും പ്രവാസികളിൽ പലരും പല ജോലിക്കാരുണ്ടാകും, കച്ചവടക്കാരുണ്ടാകും. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ മദീനയിലൂടെ നടന്നു പോകുമ്പോൾ ഒരു വിളിയാണ്, യാ മഅ്ശറ തുജ്ജാർ, ഓ ബിസിനസ്സുകാരേ. നബി തങ്ങൾ വിളിക്കുകയാണ് മദീനത്ത് ഇറങ്ങിയിട്ട്. എന്താ സംഭവിച്ചത്? അള്ളാഹിന്റെ റസൂലിന്റെ വിളി കേട്ടപ്പോൾ എല്ലാവരും കഴുത്തുപൊക്കി നോക്കുകയാണ്, കണ്ണ് റസൂലുള്ളാഹിയിലേക്ക് തിരിക്കുകയാണ്. എന്തിനാ മുത്ത മുസ്തഫ വിളിക്കുന്നത്? കച്ചവടക്കാരേ എന്ന് വിളിച്ചപ്പോൾ എല്ലാവരും എന്തോ നബിക്ക് ഞങ്ങളോട് പറയാനുണ്ട്. ആ സമയത്ത് അള്ളാഹിന്റെ റസൂൽ പറയാണ്, കച്ചവടക്കാരേ, ഇന്ന തുജ്ജാറ യുബഅസൂന യൗമൽ ഖിയാമത്തി ഫുജ്ജാറാ. എല്ലാ കച്ചവടക്കാരും മഹ്ശറിൽ തെമ്മാടികളായിട്ടാണ് വരിക കേട്ടോ. കച്ചവടക്കാര് തെമ്മാടികളുടെ കൂട്ടത്തിലാണ് വരുന്നത്, എല്ലാ കച്ചവടക്കാരുമല്ല. ഇല്ലാ മനിത്തഖല്ലാ, അള്ളാനെ പേടിച്ച് കച്ചവടം ചെയ്ത കച്ചവടക്കാരൻ ഒഴികെ, വബറ, നന്മ ചെയ്ത കച്ചവടക്കാരൻ ഒഴികെ, വസദഖ, സത്യം മാത്രം പറഞ്ഞ് നുണ പറയാതെ കച്ചവടം ചെയ്തവനൊഴികെ. അല്ലാത്ത കച്ചവടക്കാരുടെയൊക്കെ കാര്യം വലിയ പ്രശ്നമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമാണ് പറയുന്നത്. നമ്മൾ ഗൗരവത്തോടെ ചിന്തിക്കണം. നമുക്ക് പണം എവിടെ നിന്നും എങ്ങനെയും ഉണ്ടാക്കാമെന്ന നിയമമില്ല. എവിടെ നിന്ന് വരുന്നു എന്നത് വളരെ ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം എങ്ങോട്ടാ പോകുന്നത്. പരലോക കോടതിയിൽ ചോദ്യമുണ്ട് എല്ലാവരോടും. 5 പൈസ വന്നിട്ടുണ്ടെങ്കിൽ അത് എവിടുന്നാണ് നിന്റെ ഇൻകം വന്നത്? ചെലവഴിച്ചോ? എങ്ങോട്ടാ ചെലവഴിച്ചത്? അത് റബ്ബിന്റെ കോടതിയിൽ ഞാൻ എൻ്റെ കാര്യം ബോധിപ്പിക്കണം. എൻ്റെ മക്കള് വക്കാലത്ത് ഏൽക്കൂല, മക്കളെ കാര്യം ബാപ്പ ഏൽക്കൂല.